തന്താനേ തന്താന തന്താനേ തന്താനേ തന്താന തന്താനേ. ഇല്ല മുതലാളി. മുതലാളി ഓടാ. മുതലാളി എടോ മാത്തച്ഛ എന്നായി കാണിക്കുന്നേ? എന്നാ എന്താ മുതലാളി, എന്നാ പറ്റി? എന്ത് പറ്റിയെന്നോ? തായത് കണ്ടില്ലയോ? മാത്തച്ഛ ഇത് എന്നാ വെട്ടാ വെട്ടുന്നേ? ഇങ്ങനെ ചങ്കി കൊള്ളുന്നമാര് കത്തി വെച്ചാലേ മരം കുമ്പളയ്ക്കും. പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. ഹോ, തക്ക സമയത്ത് ഞാൻ വന്നാ നന്നായി. എടോ സക്കറിയ, ഇതാണ് അവന്റെ സ്ഥിരം പരിപാടിയെങ്കിൽ നാളെ മുതൽ വേറെ പണിക്കാരനെ അന്വേഷിക്കേണ്ടി വരും. ചതിക്കല്ലേ മുതലാളി, എന്റെ കുടുംബം പട്ടിണിയായി പോകും. അവനൊരു പാവമാ മുതലാളി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും. ആന്നോടോ? തനിക്കത് പറയാം. ഒരു റബ്ബർ മുതലാളിയുടെ വേദന തനിക്കറിയത്തില്ല. ഒരു റബ്ബർ മരം വീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്. അതുകൊണ്ട് മാത്തച്ഛ നീ കത്തി വെച്ചോ, പക്ഷെ ഇത് റബ്ബറിന്റെ കണക്കിലാവരുത്. ഇനി ആവർത്തിക്കരുത്. മാറ്റോട് തന്റെ കൊടയും പടിയും. എടോ അല്പന്മാരല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തോട്ടത്തിൽ കൊടയും പിടിപ്പിച്ച് നടക്കോടോ? അതില്ല. അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ? അയ്യോ അല്ല മുതലാളി. എന്നത്ത നാളെ മുതല് ഈ പണിക്ക് വരണ്ട മുതലാളി. ഓടാ വേണ്ടാം കോളാമ്പി. എത്തിയോ? ആ, നീ പാല് ട്രയൽ ഒഴിച്ചു വാ. ശരി അപ്പച്ചാ. ആ, സൂക്ഷിച്ചു കൊണ്ടുപോണം. എന്നാത്തിനാടോ കൊച്ചി ചേർക്കണേ ഈ വെളുപ്പാങ്കാലത്തിട്ട് കഷ്ടപ്പെടുത്തുന്നേ? കഷ്ടപ്പാടോ? അവനെ ഈ സക്കറിയുടെ മോനാ. ഇവനേക്കാ ചെറുപ്പത്തില് വെളുപ്പിന് എന്റെ അപ്പച്ചന്റെ കൂടെ പണിക്ക് ഇറങ്ങിയതാ ഞാൻ. ജോ ജോ മോനെ ജോ. അമ്മച്ചി ഇതാ അപ്പച്ചൻ വരുന്നു. എന്താ ചായ നേരത്തെ? ജോ ഇല്ലേ? ഇല്ല. അവനിത് എവിടെ പോയതാ? അവൻ താഴെ എവിടെയെങ്കിലും കാണും. അമ്മച്ചി ചേട്ടൻ ഓടാൻ പോയ വിവരം അപ്പച്ചനോട് പറ, ഇല്ലെങ്കിൽ ചേട്ടൻ അടി കിട്ടും. നീ ഒന്നും മിണ്ടാതിരിക്കെ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. Attention! Standard please! Attention! Standard please! Attention! Standard please! Attention! Standard please! 1, 2, 3, 4,
1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3. ഷിജു, എന്താ നീ ചെയ്യുന്നത്? എവിടെയാ നോക്കുന്നത്? ആരാ പറഞ്ഞു നിർത്താൻ? വേഗം ചെയ്യ്, എല്ലാവരും ചെയ്യ്. 1, 2, 3, 4. 1, 2, 3, 4. ഷിജു, എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ണുകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. കൃഷ്ണമണികൾ ചലിക്കാൻ പാടില്ല. മനസ്സും കണ്ണും ഒരു പോയിന്റിലായിരിക്കണം. അവ എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ചാൽ നിങ്ങൾ പുറകിലായി പോകും. ഏറ്റവും പുറകിൽ. മനസ്സിലായോ? എന്താന്ന്? മനസ്സിലായി. പിന്നെന്തിനാ നീ തിരിഞ്ഞു നോക്കിയത്? ജോയെ കണ്ടപ്പോ. ജോനെ കണ്ട നീ തിരിഞ്ഞു നോക്കൂ. ഗ്രൗണ്ടിൽ അങ്ങനെ പലരും വരും പോകും. നിങ്ങളുടെ ശ്രദ്ധ ഗ്രൗണ്ടിലായിരിക്കണം. മനസ്സിലായോ? കണ്ടിന്യൂ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2. എവിടെയായിരുന്നു ഇതുവരെ? എന്താ ഇത്ര താമസിച്ചത്? അപ്പച്ചന്റെ കൂടെ. സ്പോർട്സിനാണ് വരുന്നതെങ്കിൽ സ്പോർട്സിൽ നാളെ എന്തെങ്കിലും ആയിത്തീരണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. മനസ്സിലായോ? എന്താണോ കൈയ്യട്ടി നിൽക്കുന്നത്? മുന്നോട്ട് നിൽക്ക്. അവിടെ പോയി നിൽക്കുക. എല്ലാവരും റെഡി ആയിക്കോ. താഴെ നിൽക്ക്. മൂട്ടൂത്തി ഇങ്ങനെ നിൽക്ക്. Ready, 1, 2. Hurry up. മിടുക്കൻ. പിടിക്കണ്ട, പതുക്കോട്. ബഹളം വെക്കില്ലേ. എല്ലാവരും ലൈനായിട്ട് നിൽക്ക്. എല്ലാവർക്കും തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചു കുടിക്കണേ. നിനക്ക് സ്റ്റാമിന കുറച്ച് കുറവാ. ഒന്നുകൂടി ഇരിക്കട്ടെ. അത് വാങ്ങിച്ചോ. മോളെ ചൂടുണ്ട്. നിനക്കും ജോ 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 എഴുന്നേൽക്ക്. പിടി, പി.ടി. സാർ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ ഓടിക്കളഞ്ഞ്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ഇത് കുടിക്ക്. അപ്പൊ നിനക്കോ? എന്റെ കാര്യം നീ നോക്കണ്ട. ആ ചേട്ടനെ പറ്റിച്ച് ഒരു ഗ്ലാസ് കൂടി വാങ്ങാൻ എനിക്കറിയാം. ഇത് കുടിക്ക്. അത് ശരി. നീ ഇവിടെ വന്നിരിക്ക. അതിന് ഞാൻ എന്നെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ നേരം വൈകിയപ്പോ എനിക്ക് ദേഷ്യം വന്നു, അത്രയേ ഉള്ളൂ. വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ഇതാണ് ഗീവർഗീസിന്റെ ശിക്ഷ. ലേറ്റ് ആയതിന്. ട്രാക്കിൽ ഓടുമ്പോൾ ടൈമാണ് നമ്മുടെ ശത്രു.
അതിനെ പരാജയപ്പെടുത്തുന്നതാവണം നമ്മുടെ ലക്ഷ്യം. ജോയല്ലേ അത്? ആ നിർത്ത് നിർത്ത്, വന്ന് വണ്ടി കയറി. ഇവനെ ഞാനിന്ന് ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇവനെ ഞാന് ഇറങ്ങാൻ എവിടാടാ തെണ്ടി എന്നാ സക്കറിയ? എന്നാ ഇത്? നിർത്ത്. എന്നാത്തിനാ ഈ കുഞ്ഞിനായിട്ട് ഇങ്ങനെ തല്ലുന്നത്? നിങ്ങൾ ഈ കാണിക്കുന്നേ? ഇവൻ എന്നെ ചെയ്തിട്ട് ഇവനിങ്ങനെ അടിക്കുന്നേ? നീ അവനെ ഭക്ഷണാക്കുന്നത്. ഓ, എന്നാ സക്കറിയ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതിന് മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? പിന്നെ പിള്ളേരെങ്ങനെ തല്ലിയല്ലോ വളർത്തുന്നേ? എന്നാ ഉണ്ടായതെന്നോ? കാലത്ത് തോട്ടത്തിൽ നിന്ന് മുങ്ങിയതാവൻ. ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ഇവൻ എവിടാ പോയതെന്ന്? നീ ഒന്നും പറഞ്ഞില്ല. നോക്കുമ്പോഴേ ആ സ്കൂൾ ഗ്രൗണ്ടിൽ കിടന്ന് മറിഞ്ഞിട്ട് വരുന്നു. ഈ പിള്ളാരെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് ആ ഗീവർഗീസ് സാർ. ഈ അടി ശരിക്കും അയാൾക്കിട്ട് കൊടുക്കേണ്ടതാ. അയാൾക്കൊക്കെ ശമ്പളം കിട്ടാൻ വേണ്ടി ഒടുക്കത്തൊരു സ്പോർട്സ്. സക്കറിയ ആ താൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. എന്റെ മോൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ല. ആ കുടിക്കണ്ട. അല്ലെങ്കിലും എനിക്കറിയാം ചില നേരത്തെ നിങ്ങൾ ഇങ്ങനെ. നീയൊക്കെ അത് പറയും. പിള്ളേരായാലേ അങ്ങനെ ഓടാനും ചാടാനും ഒക്കെ പോയെന്നിരിക്കും. അതിന് ഇങ്ങനെയല്ല അവനെ ശിക്ഷിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ബാക്കിയുള്ള സമയത്ത് കുടുംബം നോക്കണം. ഓട്ടവും ചാട്ടമായിട്ട് നിന്നാലേ കുടുംബം മുന്നോട്ട് പോകത്തില്ല. അതിനിപ്പോഴേ അധ്വാനിച്ച് ശീലിക്കണം, മനസ്സിലായോ? ചേട്ടാ ചേട്ടാ എണീക്ക്. അപ്പച്ചൻ അടിച്ചപ്പോ ചേട്ടന് വേദനിച്ചോ? പിന്നെന്തിനാ കരയുന്നേ? ഇനി എനിക്ക് ഗ്രൗണ്ടിൽ പോകാനൊക്കില്ല. ഏത്തപ്പഴം പാലും ഒന്നും കിട്ടില്ല. സാരമില്ല, മോൻ ഓടാൻ ഇഷ്ടമാണെങ്കിൽ അമ്മച്ചി വിടാം. പക്ഷേ മോൻ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടല്ലേ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നേ. മോനിത് കുടിക്കേ. എങ്കിലും എന്റെ സക്രിയ ഓട്ടത്തിന് ചേർന്നെന്നും പറഞ്ഞ ആ ചെറുക്കനെ ഇങ്ങനെ ഇട്ട് തല്ലണ്ടായിരുന്നു. കളി കൊണ്ട് നടന്നാലുള്ള കുഴപ്പം തനിക്ക് അറിയാത്തത് കൊണ്ടാ. പഠിത്തത്തിൽ പിന്നോട്ട് പോയാലേ പിന്നെ അത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. എന്റെ അനുഭവം കൊണ്ടാ ഞാനിത് പറയുന്നത്. എന്റെ ചെറുപ്പത്തില് ഇതുപോലെ അടി കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ വല്ലവന്റെയും തോട്ടത്തിൽ കിടന്ന് ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മിടുക്കന്മാരാണോ എന്ന് കരുതി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എനിക്ക് പകരം ഒരാണായിട്ട് ഇനി അവനാ. അവൻ പഠിച്ചൊരു ജോലിക്കാരനായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. പിന്നെ ചെറിയൊരു കൂര വെക്കണം, ആ മുതലാളിയുടെ കടവും വീട്ടണം. അതൊക്കെ താൻ പോലും അറിയാതെ അങ്ങ് നടന്നു പോകും. താൻ സമാധാനമായിട്ടിരിക്കും. അമ്മച്ചി, ഇന്നലെ എന്നെ ഗീവർഗീസ് സാറ് വഴക്ക് പറഞ്ഞു വൈകിയതിന്. ആര് പറഞ്ഞു അത്രയും നേരം അപ്പച്ചൻ്റെ അടുത്ത് പോയിരിക്കാൻ? അമ്മച്ചല്ലേ പറഞ്ഞത് കാലത്ത് അപ്പച്ചനെ കുറച്ച് സഹായിക്കണമെന്ന്. ആ പറഞ്ഞത് നേരാ. ഇപ്പോഴേ അധ്വാനിച്ചു പഠിച്ചാലേ നാളെ വല്ലവന്റെ മുമ്പിൽ തല ഉനിക്കാണ്ട് നിൽക്കാൻ പറ്റൂ. എന്ന് വെച്ച് സ്പോർട്സ് സ്കൂളും വിട്ടിട്ടുള്ള അധ്വാനമൊന്നും വേണ്ട. എടി ഷൈനി, നീ അവിടെ എന്നാ എടുക്കുക? ആ പൊയ്ക്കോ, ഇപ്പൊ തന്നെ വൈകി. മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാന്നോടി പോകുന്നേ? കഴിച്ചു. നീ എന്തെങ്കിലും കുടിക്കാനെടുക്ക.